പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങവേ ഡൽഹിയിൽ ഇന്ന് നിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേരും. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കും. ഇതിന് പിന്നാലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും മന്ത്രിസഭാ യോഗവും ചേരും. ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിലും അതീവ ജാഗ്രതയും തുടരുന്നു. മേഖലയിലെ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇരു രാഷ്ട്രങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചു. സ്ഥിതി വഷളാക്കരുതെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. അതേസമയം പാകിസ്ഥാൻ ഭീതിയിലാണ്. 24 മുതൽ 36 വരെ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കൃത്യമായ വിവരം ലഭിച്ചെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അത്തൌല തരാർ പ്രതികരിച്ചു. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. Indian self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan has been the victim of terrorism itself and truly understands the pain of this scourge. We have always condemned terrorism in all its forms and manifestations anywhere in the world. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം ഇപ്പോഴും തുടരുകയാണ്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വളരെ അതിവേഗത്തിൽ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന നിർണായകമായ യോഗങ്ങൾ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഒരു സൈനിക നടപടി ഉണ്ടാവുകയാണെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി ക്യാബിനറ്റിനെ ധരിപ്പിക്കുകയൊക്കെ ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്ന് വിചാരിക്കാം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പാകിസ്ഥാൻ പറയുന്നത് അവരുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്നാണ്. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഐക്യരാഷ്ട്രസഭയോട് ഇന്ത്യ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടണം എന്നൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ഏത് നിമിഷം വേണമെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായേക്കാം. പാകിസ്ഥാൻ ആശങ്കയിലുമാണ്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതെ ശ്രീജ, സൈനിക നടപടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ സൈനിക മേധാവികളുമായി, സംയുക്ത സേനാ മേധാവിയുമായി, പ്രതിരോധ മന്ത്രിയുമായി തന്നെ വിശദമായ ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഇതിനുശേഷം ഒരു നിർദ്ദേശം നൽകിയത് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. കാരണം എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ തുടങ്ങിയ ഏത് രീതിയിൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സൈന്യത്തിന് തീരുമാനമെടുക്കാം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടൊരു തിരിച്ചടി വേണമെന്ന സന്ദേശം കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇനി സൈന്യമാണ് അക്കാര്യം നടപ്പാക്കേണ്ടത്. അത് പാകിസ്ഥാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ, അത്തൌല തരാറിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ടാണ് നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിലുള്ളത്. പുലർച്ചെയാണ് ഇപ്പോൾ പാക് മന്ത്രിയുടെ എക്സ് പേജിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു സൈനിക നടപടി ഉണ്ടാകും. അത്തരം കൃത്യമായ വിവരം പാകിസ്ഥാൻ ലഭിച്ചു എന്നാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് പങ്കില്ല. ഇന്ത്യ തെളിവുകളില്ലാതെ പാകിസ്ഥാന് മേൽ ആരോപണം ഉന്നയിക്കുകയാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെയാണ് നിർത്തുന്നത്. പക്ഷേ ഒരു സൈനിക നടപടി പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാകുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു വശത്ത് ഇത്തരത്തിൽ പരാമർശങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഭയത്തോടു കൂടിയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തുമ്പോൾ, മറുവശത്ത് പാക് പട്ടാളം അതിർത്തിയിൽ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായ 6ാം ദിനത്തിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ സെക്ടറുകളിൽ ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെയായി അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് നൌഷേര സെക്ടർ, സുന്ദർബനി, അഖ്നൂർ, ഈ 3 സെക്ടറുകളിലായിട്ടാണ് ആക്രമണം നടന്നിട്ടുള്ളത്. അതായത് 2021 പുൽവാമയ്ക്ക് ശേഷം ഈ സാഹചര്യം മോശമാവുകയും 2021 ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ 2 രാജ്യങ്ങളും ഏറ്റവും ഒടുവിലായി ഏർപ്പെടുകയും ചെയ്തത്. അതിനുശേഷം അതിർത്തിയിൽ, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയിൽ ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി ഉണ്ടാകുന്നത്, ഇത്രമേൽ അധികം ഉണ്ടാകുന്നത് ഇതാദ്യമായാണ്. അപ്പോൾ അതിർത്തിയിലെ സാഹചര്യം വളരെ മോശമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് UN ഒരു ഇടപെടലും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2 രാജ്യങ്ങളുമായും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സംസാരിച്ചു, വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ചു, പാക് പ്രധാനമന്ത്രിയുമായും സംസാരിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ഈ ആക്രമണത്തെ ഇന്ത്യക്കൊപ്പം UN നിൽക്കുന്നുണ്ട്.
അത് പൂർണ്ണമായി അപലപിക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, നിയമ വഴിയിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നാണ് UN പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മേഖലയിലെ സാഹചര്യത്തിൽ വലിയ ആശങ്ക UN രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരണം, ചർച്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അക്കാര്യം വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം UN-ന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചു, ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ സാഹചര്യം അതീവ ദുഷ്കരമായി തുടരുമ്പോഴാണ് ഇന്ന് ചില നിർണായക യോഗങ്ങൾ കൂടി ഡൽഹിയിൽ നടക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 3 യോഗങ്ങൾ. ആദ്യം ചേരുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സമിതി യോഗമാണ് ചേരുന്നത്. ഇതിനുശേഷമാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ചേരുക. അതിനുശേഷം ക്യാബിനറ്റ് യോഗവും ചേരും. സ്വാഭാവികമായും ഈ 2 യോഗങ്ങളിൽ കൈക്കൊണ്ട തീരുമാനം കേന്ദ്രമന്ത്രിസഭയെ അറിയിക്കും. അപ്പോൾ ഒരു സൈനിക തലത്തിലൊക്കെ തന്നെ നടപടിക്ക് അനുമതി നൽകിയ കാര്യം ഏതായാലും മന്ത്രിസഭയെ ഇന്നത്തെ യോഗത്തിന് ശേഷം അല്ലെങ്കിൽ യോഗത്തിൽ അറിയിച്ചേക്കും. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സമിതി യോഗം ചേരുന്നത് 6 വർഷത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ഏറ്റവും അവസാനമായി യോഗം ചേർന്നത്. അതിനുശേഷമാണ് ബാലാക്കോട്ടിൽ ഒരു വ്യോമാക്രമണം ഇന്ത്യ നടത്തുകയും ചെയ്തത്. അപ്പോൾ 6 വർഷത്തിന് ശേഷം ഈ യോഗം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേരാറുള്ളത്. ഇതൊരു കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലുതായ ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭാ സമിതിയാണ്. അതിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി, ധനമന്ത്രി നിതിൻ ഗഡ്കരി ഇതിൽ അംഗമാണ്. കൂടാതെ സഖ്യകക്ഷികളായ ചില പാർട്ടികൾ, പ്രത്യേകിച്ച് TDP, NDA-യിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. രാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ് അദ്ദേഹം ഉൾപ്പെടെ JP നഡ്ഡ ഉൾപ്പെടെ ഒരു വലിയ നിര ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭാ സമിതിയാണ് ഇത്. അപ്പോൾ നിർണായക യോഗം ഏതായാലും ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ഉണ്ടാകും. പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് ഇന്ത്യ റദ്ദാക്കിയത്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇന്നത്തെ യോഗം കടക്കുമോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനോടകം തന്നെ 5 പ്രധാനപ്പെട്ട നടപടികൾ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ടു കഴിഞ്ഞു. വിസ റദ്ദാക്കി കഴിഞ്ഞു, ഒപ്പം തന്നെ അതിർത്തി അടച്ചു, അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു. ഇതുകൂടാതെ മറ്റ് തരത്തിലുള്ള നടപടികളിലേക്കും ഇൻഡസ് നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ കടന്നുകൊണ്ട് ചില നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നത് നിർണായകമാണ്. ഏതായാലും ആ യോഗത്തിന് ശേഷമാണ് സുരക്ഷാ കാര്യങ്ങൾക്ക് മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത്. 2ാം തവണയാണ് ആ യോഗം ചേരുന്നത്. കേന്ദ്ര മന്ത്രിസഭയാകട്ടെ ഈ ആക്രമണത്തിന് ശേഷം ആദ്യമായി യോഗം ചേരുന്നെന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ തിരക്കിട്ട ചർച്ചകൾ ഏതായാലും ഡൽഹിയിൽ ഇന്ന് നടക്കാൻ പോകുകയാണ്. ശ്രീജ, അപ്പോഴും രാകേഷ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആക്രമണം ഉണ്ടാകും എന്നൊരാശങ്കയുമായി നടത്തുന്ന ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ മാധ്യമ അഭിസംബോധനയിൽ പോലും പറയുന്നത് ഇന്ത്യ തെറ്റ് ചെയ്യാത്ത ഞങ്ങളെ ക്രൂശിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് മന്ത്രിമാരുടേതായി വന്ന പ്രസ്താവനകളെല്ലാം അത്യന്തം പ്രകോപനപരമായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്നത് പോട്ടെ, മറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കാൻ ഇവിടേക്ക് വരുന്നു എന്ന രീതിയിലൊക്കെ അത്യന്തം ഗൗരവമുള്ള തരം പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ തേടിയാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് പാക് പ്രകോപനം തുടർച്ചയായി 6ാം ദിവസവും അവിടെ തന്നെ നടക്കുന്നുണ്ട്. അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല, ഇന്ത്യയെ തിരിച്ചു കുറ്റം പറയുന്ന സാഹചര്യമുണ്ട്. ഇതിനൊരു മറുപടി ഇന്ത്യ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടായാൽ പോലും അങ്ങനെ ഉണ്ടാവുമോ? സൈനിക തലത്തിലുള്ള നടപടി ഏതായാലും ഉറപ്പാണ്. പക്ഷെ അത് എങ്ങനെ, എപ്പോൾ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. കാരണം മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 2016-ലാണ് ഉറി ആക്രമണം നടക്കുന്നത്. അതിനെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്, വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പുൽവാമ ഉണ്ടായപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തൊരു സൈനിക നടപടി ഏതായാലും ഉണ്ടാകും. തീർച്ചയായും ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിലൊക്കെ തന്നെ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. അതിനുള്ള സൈനിക ശേഷി ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ സൈനിക തലത്തിൽ വലിയ വളർച്ച അല്ലെങ്കിൽ ആധുനികവൽക്കരണം ഒക്കെ തന്നെ നടന്ന കാലഘട്ടമാണ് കഴിഞ്ഞൊരു 5 വർഷം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ശേഷി ഇന്ത്യൻ സൈന്യത്തിനുണ്ട്, ഇന്ത്യൻ സേനകൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തിരിച്ചടി ഏതായാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യത്തിന് വിട്ടുകൊണ്ടിരിക്കുന്ന നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാക് അധീന കശ്മീരാണ് ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളം. നേരത്തെ ബാലാക്കോട്ടിലൊക്കെ തന്നെ പാക് അധീന കശ്മീരിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തുകയും സൈനിക താവളങ്ങളൊക്കെ തന്നെ തകർത്തുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷവും
പിന്നീട് പാക് അധീന കശ്മീരിൽ തന്നെ തീവ്രവാദികൾ ഭീകരർ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവിടെ ഒരു ആക്രമണം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഏതായാലും സൈന്യമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അതിനു മുൻപായി തന്നെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് വലിയ പിന്തുണ ഈ വിഷയത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുകൂടി കൂട്ടിവായിക്കാം. കാരണം മുൻപ് പല കാലങ്ങളിലും ഇന്ത്യക്കൊപ്പം നിൽക്കാത്ത പല രാജ്യങ്ങളും ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അറബ് മേഖലയിൽ നിന്ന് പോലും ഇന്ത്യക്ക് വലിയ പിന്തുണ കിട്ടി. തുർക്കി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തുർക്കി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പോലും പറയുന്നത് പഹൽഗാം ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യക്ക്, അൾജീരിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി വരുന്നു. അങ്ങനെ രാജ്യാന്തര തലത്തിൽ വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ ഈ ആക്രമണത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ടെന്ന് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകുന്നത്. അതോടൊപ്പം രാകേഷ്, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ഭീകരരെ ജീവനോടെ തന്നെ പിടിക്കണം എന്നൊരു നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് സർക്കാർ. അത് സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. കാരണം ഇതിനു മുൻപ് ഇപ്പോഴും പുൽവാമയിലടക്കം നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല. അതുപോലും ഒരു ഫേക്ക് ആരോപണമായിരുന്നു എന്നതാണ് ഈ അടുത്തും ആസിഫ് ഖ്വാജ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഈ ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണെന്ന് ഉറപ്പിക്കുകയും ലോകത്തിന് മുന്നിൽ അത് തുറന്നു കാട്ടുകയുമായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതെ ശ്രീജ, അത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ ഭീകരർ ഏതായാലും അനന്ത്നാഗ് മലനിരകളിലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേനയുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ വിപുലമായ ചർച്ചകൾ നടന്നിരുന്നു. 4 തവണ ഇവരെ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഒരു തവണ വെടിവയ്പ്പിലേക്ക് പോയി. പ്രത്യേകിച്ച് അന്ന് ത്രാൾ മേഖല, ഒപ്പം തന്നെ അനന്ത്നാഗ് അടക്കം ഉള്ള മേഖലകളിൽ നിന്നാണ് ഇവരെ കണ്ടത്. അപ്പോൾ ഈ അനന്ത്നാഗ് മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് അവരെ ജീവനോടെ പിടികൂടുക എന്നതിന്റെ ലക്ഷ്യം. കാരണം തെളിവ് സഹിതം പിടികൂടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഇവർ പാകിസ്ഥാന്റെ അടക്കം പങ്ക് തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുള്ളത്, സേനയ്ക്കുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ സൈന്യം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അനന്ത്നാഗ് മലനിരകളിൽ ഇവരുണ്ട് എന്ന കാര്യത്തിൽ സൈന്യത്തിന്, സുരക്ഷാ സേനയ്ക്ക് സംശയമില്ല. ഏതായാലും ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന അടക്കം നടത്തിക്കൊണ്ട് അവരെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഏതായാലും സൈനിക വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. പക്ഷേ ഏറ്റുമുട്ടൽ പല മേഖലകളിലും നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ, എവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് പങ്കുവെക്കാൻ സൈന്യം ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. കാരണം ഒരു നിർദ്ദേശം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതായത് ഇതിന്റെ തത്സമയ റിപ്പോർട്ടുകൾ അനുവദിക്കില്ല, മാത്രമല്ല അത്തരം വിവരങ്ങൾ കൂടി സൈന്യത്തിന്റെ ഭാഗത്ത് നൽകില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഏറ്റുമുട്ടൽ അടക്കം ഇന്നും ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലം ഏത് എന്ന് ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ തിരച്ചിലും ഏറ്റുമുട്ടലൊക്കെ തന്നെ വനമേഖലയോട് ചേർന്നുകൊണ്ട് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ശരി, ഇനി രാകേഷ്, ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നാൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയൊക്കെ പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതികരണങ്ങളിൽ അത്ര കടന്ന പ്രതികരണം വേണ്ട എന്നൊരു താക്കീത് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയെന്നാണ് വിവരം. അതോടൊപ്പം മറ്റൊരു വാർത്ത വരുന്നത്, ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾക്ക് കോൺഗ്രസിന്റെ ഈ നിലപാടിൽ അതൃപ്തിയുണ്ട്. മോദി എവിടെ എന്ന ചോദ്യമൊക്കെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. ഫാറൂഖ് അബ്ദുള്ള തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇത് ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ വേണ്ടേ കാണാൻ? അതെ ശ്രീജ, കാരണം കോൺഗ്രസ് തന്നെ അവരുടെ പരാമർശങ്ങൾ നേതാക്കൾ നടത്തുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്ത അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസ് തന്നെ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ AICCക്ക് കടക്കേണ്ടി വന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ പോലും അത്തരം പരാമർശങ്ങൾ ഉണ്ടായി. അതായത് അതിർത്തി കടന്ന് എങ്ങനെ ഭീകരർ, പ്രത്യേകിച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ എത്തിയെന്ന ചോദ്യമൊക്കെയാണ് കേരള ഘടകത്തിന്റെ പേജിലുണ്ടായിരുന്നത്, എക്സ് പേജിലുണ്ടായിരുന്നത്. അത് പിന്നീട് പാക് മന്ത്രിമാരൊക്കെ തന്നെ റീട്വീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം അവർ പോസ്റ്റ് ചെയ്തു. അതിന് തലയുണ്ടായിരുന്നില്ല. മാത്രവുമല്ല നിർണായക ഘട്ടങ്ങളിൽ ഈ നേതാവിനെ കാണാനില്ല എന്ന കുറിപ്പും അതിന് നൽകി. അത് വലിയ രീതിയിൽ ചർച്ചയായി, പാക് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി എന്ന് മാത്രമല്ല BJP അതിനെ ഏറ്റെടുക്കുകയും മുസ്ലിം ലീഗ് 2.0 എന്ന വിമർശനം ഉന്നയിക്കുകയും കോൺഗ്രസിന്റെ നടപടികളൊക്കെ തന്നെ അവർ ചോദ്യം ചെയ്യുന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നേതാക്കൾ തയ്യാറായത്. മാത്രമല്ല
ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രമല്ല, പല നേതാക്കൾ, ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി നേരത്തെ നടത്തിയത് ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് വാർത്തയായത് പാക് മാധ്യമങ്ങളിലാണ്. മറ്റൊരു മന്ത്രിയാണ്, എക്സൈസ് മന്ത്രിയാണ് തിമ്മാപ്പൂരിന്റെ പ്രതികരണം ഉണ്ടായത്. അതായത് അവിടെ മതം ചോദിച്ച ആക്രമണം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പരാമർശം നടത്തി. അതായത് ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തി. അതൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായി, പാകിസ്ഥാനിലടക്കം അത് വാർത്തയായി. ഈ സാഹചര്യത്തിലാണ് ഒരു നിയന്ത്രണം വേണം എന്നല്ലെങ്കിൽ ഒരു താക്കീതുമായി ഇപ്പോൾ AICC രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസിന്റെ AICC സെഷൻ നടപ്പാക്കിയ തീരുമാനങ്ങൾ അത് ആ മാർഗരേഖ പാലിക്കാൻ എല്ലാ നേതാക്കളും ബാധ്യസ്ഥരാണ് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. അത് ഇന്ന നേതാവെന്നില്ല, മന്ത്രിമാരായിക്കോട്ടെ വക്താക്കളാകട്ടെ ആരായാലും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും എന്നാണ് ഇപ്പോൾ AICC അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ഘടകങ്ങൾക്ക് ഈ കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയാണ് കോൺഗ്രസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോദി എവിടെയും പോയിട്ടില്ല, അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്ന പ്രതികരണം ഫറൂഖ് അബ്ദുള്ള നടത്തുമ്പോൾ അത് കോൺഗ്രസിനുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ്. ഏതായാലും ഈ വിവാദമായതിന് പിന്നാലെ കോൺഗ്രസ് മോദിയെ ഫോട്ടോ, തലയില്ലാത്ത ഫോട്ടോ അത് പിൻവലിച്ചിരുന്നു, അത് ഡിലീറ്റ് ചെയ്തിരുന്നു. ഏതായാലും തൃണമൂൽ കോൺഗ്രസും സമാനമായ രീതിയിൽ കോൺഗ്രസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീജ, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഡെസ്കിൽ നിന്ന്. ഇന്ന് വളരെ നിർണായകമായ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ എന്താണ് സുപ്രധാനമായ തീരുമാനം വരാനിരിക്കുന്നത്? ഇതുവരെയുള്ള നടപടികളെല്ലാം കേന്ദ്ര സർക്കാർ എടുത്ത നടപടികളെല്ലാം ക്യാബിനറ്റിനെ അറിയിക്കും. അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയായിരിക്കും, ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ഇതൊക്കെ ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധേയമായി ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. ഇപ്പോൾ ഒരു ഇടവേള. തുറമുഖ കമ്മീഷനിങ്ങിന് 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് വിവാദങ്ങൾ പലതരത്തിലുണ്ടാവുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവാദം കമ്മീഷനിങ്ങിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടി കേന്ദ്ര സർക്കാർ. ഇംഗ്ലീഷ് പത്രങ്ങളിലും ചില മലയാളം പത്രങ്ങളിലും നൽകിയ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേരോ ഫോട്ടോയോ ഇല്ല. കേരള സർക്കാരിനെ കുറിച്ച് തന്നെ പരാമർശമില്ല. വികസിത് ഭാരതത്തിന്റെ ഭാഗമായുള്ള പരസ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ മാത്രമാണുള്ളത്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ വിഴിഞ്ഞം പദ്ധതിയുള്ളത് കേരളത്തിലാണ്. സാധാരണ രീതിയിൽ ഇത്തരം സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ നടക്കുമ്പോൾ അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ പോലും ആ സംസ്ഥാനത്തിന്റെ ഒരു പ്രാതിനിധ്യം കൂടി അത്തരം പരസ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വിഴിഞ്ഞത്ത് പക്ഷേ കേരളത്തിലാണെന്നോ അല്ലെങ്കിൽ അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നെങ്കിലും കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടെന്നോ അങ്ങനെ ഒരു സൂചന പോലും നൽകാത്ത ഒരു പരസ്യമാണല്ലോ ഇന്ന്.
തീർച്ചയായിട്ടും ശ്രീജ, ഈ വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശവാദത്തെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കം നേരത്തെ തന്നെ ഉള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന് UDF-ഉം നയന തുടങ്ങി വെച്ചതെന്ന് LDF-ഉം പിണറായി പൂർത്തീകരിച്ചത് LDF-ഉം അതുപോലെ തന്നെ BJP പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നേട്ടമായി BJP നേതാക്കളും ഇത് ഉയർത്തിക്കാട്ടുന്നത് പതിവാണ്. ഇന്നലെ പ്രതിപക്ഷ VD സതീശനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിനെ ചൊല്ലിയായിരുന്നു വിവാദം. ഒടുവിൽ ക്ഷണിച്ചു എന്ന് സർക്കാർ വിശദീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യത്തിൽ പൂർണ്ണമായും കേരളത്തെ വെട്ടി, മുഖ്യമന്ത്രി വെട്ടിയതിനപ്പുറത്തേക്ക് കേരളത്തെ തന്നെ വെട്ടി എന്ന് പറയേണ്ടി വരും. കാരണം ഈ പരസ്യത്തിൽ ഒരിടത്തും ഇത് കേരളത്തിന്റെ ഒരു പ്രധാന പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടില്ല. ദേശീയ ദിനപത്രങ്ങളിലും അതുപോലെ തന്നെ ചില മലയാളം പത്രങ്ങളിലുമാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. തുറമുഖങ്ങൾ സമൃദ്ധിക്കായി, പുരോഗതിക്കായി, ഉത്പാദനക്ഷമതയ്ക്കായി എന്ന പേരിൽ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പരസ്യമാണ്, ഗതിശക്തി മന്ത്രാലയത്തിന്റെ പരസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഊർജം പകരുന്ന തുറമുഖങ്ങൾ, വികസിത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചരക്ക് കൈമാറ്റ ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം 18,000 കോടി പദ്ധതിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തിരുവനന്തപുരത്ത് മെയ് 2-ന് ഉദ്ഘാടനം നിർവഹിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പരസ്യമാണ് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയും കേരളത്തെയും ഒക്കെ ഒഴിവാക്കിയുള്ള ഒരു പരസ്യമാണത്. സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകാം. കേന്ദ്രത്തിന്റെ ഒരു പരസ്യത്തിൽ സംസ്ഥാനത്ത് ഉൾക്കൊള്ളുന്ന നിർബന്ധമില്ല. പക്ഷേ ശ്രീജ ചോദിച്ചതുപോലെ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി, അതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് കേന്ദ്രത്തിന്റെ മാത്രം ഫണ്ടിംഗ് ഉള്ള ഒരു പദ്ധതിയാണെങ്കിൽ സ്വാഭാവികമായി അങ്ങനെ പറയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. സംസ്ഥാനത്തിനുള്ള നിർണായകമായ റോളുള്ള VGF-ന്റെ കാര്യത്തിൽ, വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ പോലും മറ്റ് തുറമുഖങ്ങൾക്ക് നൽകിയ ഇളവ് പോലും നൽകാതെ VGF പോലും ഒരു വായ്പയായി മാറ്റി അതിനെതിരെയും സംസ്ഥാനത്ത് പ്രതിഷേധം ഉയർന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റേതാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് BJP സർക്കാർ നടത്തുന്നത് വ്യക്തമാണ്. സ്വാഭാവികമായും അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരും. കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഈ പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയൊക്കെ വലിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇത് ഇപ്പോൾ അവർക്കാർക്കും പങ്കില്ല, ഇത് കേന്ദ്രത്തിന്റെ സ്വന്തം പദ്ധതി എന്ന നിലയ്ക്ക് ഒരു പരസ്യം ഇന്ന് കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ ഓർമ്മയിലുള്ള കേന്ദ്ര സർക്കാർ പങ്കാളിത്തമുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പരിപാടികളിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ കൃത്യമായിട്ടുണ്ട്. അതിൽ അതാത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ പടം കൂടി ചേർത്താണ് വരാറുള്ളത്. ഇതിപ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രം മാത്രം വെച്ചുകൊണ്ടൊരു പരസ്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒപ്പം ചില മലയാളം പത്രങ്ങളിലുമാണ് ഈ പരസ്യം ഇന്നിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിനിരയായത് മലയാളി എന്ന സ്ഥിരീകരണം. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേർ കൂടി അറസ്റ്റിലായതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. മൂപ്പരാറിന് എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലും ഇല്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത്? പിന്നെ അവിടുത്തെ നമുക്കിപ്പോൾ ഒരു അതായത് ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന CCTV അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവുന്ന ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഒരു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ഒരാൾ പറയുന്നു. അതേ തുടർന്ന് ആൾക്കൂട്ടം മുഴുവൻ ഇളകി ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു, പട്ടാപ്പകൽ തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് തന്നെ നടന്നു. 2 മണിക്കൂറോളം ആ മൃതദേഹം അവിടെ കിടന്നു. ഇപ്പോഴും എന്തിനാണ് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലിക്കൊന്നത് എന്നതിനൊരു ഉത്തരം കൃത്യമായി കിട്ടിയിട്ടുമില്ല. എന്താണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ്? മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, അതിനീചമായ ഒരു കൊലപാതകം എന്ന് പറയേണ്ടി വരും. ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരാളെ ഇത്തരത്തിൽ ചവിട്ടിയും അടിച്ചും കൊലപ്പെടുത്തുക, അതും കൃത്യമായ ഈ പോലീസ് പറയുന്നത് ഈ കാര്യത്തിൽ പാക് അനുകൂല ഒരു മുദ്രാവാക്യം വിളിച്ചു എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. പിന്നീട് കണ്ടത് ആൾക്കൂട്ടം ഒന്നടങ്കം ഓടി ഇയാളെ ആക്രമിക്കുന്നതായിരുന്നു. സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഈ അഷ്റഫ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമായുണ്ട്. ഏതായാലും അഷ്റഫിന്റെ സഹോദരൻ ഇന്നലെ രാത്രിയോട് കൂടിയാണ് മംഗളൂരുവിലെത്തി ഇത് മൃതദേഹം അഷ്റഫിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞത്. അവർക്ക് മൃതദേഹം രാത്രി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പോലീസ് വിട്ടു നൽകി. ഏതായാലും പോലീസ് അന്വേഷണം
ഇത് സംബന്ധിച്ച് ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടക സർക്കാർ അതീവ ഗൗരവമായാണ് ഈ സംഭവത്തെ കാണുന്നത്. ആദ്യം 15 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി 5 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. ഏതായാലും കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒക്കെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായ, വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് നടന്നത്. ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മംഗളൂരുവിൽ എത്തിയിരുന്നു. ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി ഇത്തരത്തിൽ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ഇയാൾ നേരത്തെ 3-4 കേന്ദ്രങ്ങളിൽ ഈ മാനസിക രോഗ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് ഈ സഹോദരൻ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലൊരു ഉപദ്രവകാരി ഒന്നും ആയിരുന്നില്ല. അതല്ല, ഇപ്പോൾ ഈ ആരോപിക്കാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിന് ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള പ്രവൃത്തി ഈ സഹോദരൻ നടത്തിയതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഇവരുമായി ചർച്ച ചെയ്തിട്ടില്ല. പോലീസ് പറയുന്നത് ഈ കേസിൽ കൂടുതൽ പേരെ ഇനി പിടികൂടാനുണ്ട്. അവരെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയൂ. മുഖ്യ പ്രതി ഇപ്പോഴും പിടിയിലായിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ്. 5 മണിക്കാണ് പോലീസ് സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തുന്നതും ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം, ഈ വാർത്ത തന്നെ പോലീസ് പുറത്തുവിടുന്നത്. അത് ഒരു മലയാളി ആണെന്ന കാര്യം ഇന്നലെ രാത്രിയോടുകൂടിയാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പോലീസിന് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ പോലീസ് ഈ കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പരാതി എന്തായാലും ഉയർന്നിട്ടുണ്ട്. അത് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ പ്രതിഷേധവുമായി ഇന്നലെ രാത്രി തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ പ്രധാന പ്രതികൾ BJP-ക്കാരാണ്, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. ഏതായാലും മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ നിരവധി സംഘർഷങ്ങൾ, അതായത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു പ്രദേശമാണ് മംഗളൂരു, തീരദേശ പ്രദേശങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം ഇന്നലെ രാത്രി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കർണാടക ആഭ്യന്തരമന്ത്രി കൃത്യമായി ഈ കാര്യത്തിൽ ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണെന്ന സ്ഥിരീകരണം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരെയും കണ്ടെത്തും, മുഴുവൻ പേരുടെയും പിടികൂടും എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത്. പോലീസ് അന്വേഷണം പ്രത്യേക സംഘങ്ങളാക്കി ഇതിനായി രൂപീകരിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാലും ഇന്ന് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്രിക്കറ്റ് കളിക്കിടെ ഇത്തരത്തിൽ ശരത് എന്ന് പറയുന്ന ഒരാളുമായി ഈ അഷ്റഫ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ തർക്കം നടക്കുന്നതിനിടയിലാണ് ഈ ശരത്ത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് പാക് അനുകൂല മുദ്രാവാക്യം ഇയാൾ വിളിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ അതിക്രൂരമായി ഇയാളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആന്തരിക രക്തസ്രാവം, അതായത് ചവിട്ടേറ്റിട്ടുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു. എന്നാൽ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് മംഗളൂരുവിൽ നടന്നത്. മംഗളൂരു പരിസര പ്രദേശങ്ങളും പോലീസ് വലയത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കാനുള്ള അതീവ ജാഗ്രതയിലാണ് പോലീസും ഉള്ളത്. ശ്രീജ, KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വനംവകുപ്പ്. വേടനെ പുലിപ്പല്ലിൽ രൂപമാറ്റം വരുത്തി മാലയുണ്ടാക്കിയ തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ ഇയാൾക്ക് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ പുലിപ്പല്ല് ആണോ ഇതെന്നറിയില്ലെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ ഈ മൊഴി വനംവകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പരിശോധിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ വേടന്റെ കഴുത്തിൽ കണ്ടെത്തിയ പുലിപ്പല്ലിനെ കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പോൾ അന്വേഷണമൊക്കെ. ഇന്ന് വനംവകുപ്പിന്റെ കസ്റ്റഡി ഇന്നത്തോടെ അവസാനിക്കും. അതിനു മുൻപ് എന്തൊക്കെ നടപടികളാണ് ഇവർ ചെയ്യുന്നത്? ഇപ്പോൾ ശ്രീജ, ഈ പുലിപ്പല്ലിന് രൂപമാറ്റം വരുത്തിയ തൃശ്ശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച വേടനെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കോടനാട് നിന്നാണ് ഫോറസ്റ്റ് സംഘം വേടനുമായിട്ട് തൃശ്ശൂരിലേക്ക് തിരിച്ചത്. എന്തായാലും ആ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വേടനെ തിരിച്ച് കോടനാട് എത്തിക്കും. മെയ് 2-നാണ്, അതായത് മറ്റന്നാളാണ് വേടന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഈ വേടന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വനംവകുപ്പിന് മറ്റ് പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. കാരണം വേടന്റെ കയ്യിൽ നിന്നും ഈ കണ്ടെത്തിയ പുലിപ്പല്ലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസാണ് പുലിവേട്ട എന്ന് വന്യജീവി സംരക്ഷണ വകുപ്പിന്റെ നിയമപ്രകാരം 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസാണ്. അതിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനം വളരെ ശക്തമാണ്. പക്ഷേ ഈ പുലിപ്പല്ല് നൽകി എന്ന് പറയുന്നത് രഞ്ജിത്ത് കുമ്പിടി ശ്രീലങ്കൻ സ്വദേശിയാണ് എന്നാണ് വേടൻ വെളിപ്പെടുത്തിയത്. ശ്രീലങ്കൻ സ്വദേശിയായ രഞ്ജിത്ത് കുമ്പിടിയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം വേടനും കുമ്പിടിയും തമ്മിൽ നടത്തിയുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പരിശോധിക്കുന്നുണ്ട്. വേടന്റെ മറ്റ് ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെയും ഡീറ്റെയിൽസ് പരിശോധിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഫോറസ്റ്റ് ഓഫീസർമാർ. ഈ പറഞ്ഞതുപോലെ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആള് സമ്മാനമായി നൽകിയതാണ് എന്ന് പറയുമ്പോഴും പുലിപ്പല്ലാണ് എന്ന് താൻ അറിഞ്ഞിരുന്നെങ്കിൽ ധരിക്കില്ലായിരുന്നു എന്ന് പറയുന്ന വേടൻ നൽകിയിരിക്കുന്ന വിശദീകരണം വനംവകുപ്പ് അത്ര കാര്യമായി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വേടന അറിയാമായിരുന്നു എന്നുള്ള പുലിപ്പല്ലായിരുന്നു എന്ന് അറിയാമായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ്. എന്നിരുന്നാലും അറിഞ്ഞുകൊണ്ട് പുലിപ്പല്ല് ധരിച്ചതുമായി ബന്ധപ്പെട്ട വേടനെതിരെ നടപടി ഉണ്ടാകുമ്പോൾ വേടന് സമ്മാനമായി കിട്ടിയതാണ് അല്ലെങ്കിൽ രഞ്ജിത്ത് കുമ്പിടി നൽകിയതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയാണെങ്കിൽ ഒരുപക്ഷെ വേടനെതിരെയുള്ള നിയമ നടപടികൾക്ക് അല്പം ഇളവ് ലഭിച്ചേക്കാമെന്ന് ആണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും വേടനുമായി കോടനാടേക്ക് ഫോറസ്റ്റ് അധികൃതർ തിരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരം 5 മണിക്ക് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ അവസാനിച്ച ശേഷം വേടനെ വൈകുന്നേരത്തോടെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. ഇത്രയുമാണ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്. വൈകുന്നേരത്തോടെ പെരുമ്പാവൂർ കോടതിയിൽ വേടനെ ഹാജരാക്കുകയും മെയ് 2-ാം തീയതി വേടന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. ശ്രീജ, ശരി. ഇതോടൊപ്പം കൊച്ചിയിൽ വലിയ വാർത്തയായ ഈ പ്രമുഖ സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ ആ കേസിൽ അന്വേഷണം എവിടം വരെ എത്തിയിട്ടുണ്ട്? ഈ കഞ്ചാവ് എത്തിച്ചവരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഫ്ളാറ്റ് സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ഫ്ളാറ്റ് ഉടമയെ ചോദ്യം ചെയ്യുന്നതിലേക്കോ ഒക്കെ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം ഈ 2 സംവിധായകർ പിടിയിലായ കേസുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റിന്റെ ഉടമയായത് സമീർ താഹിറാണ്. സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനായി ഇവര് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് പറഞ്ഞതനുസരിച്ച് സമീർ താഹിറിന് സമൻസ് അയച്ചിട്ടുണ്ട്. ഇന്ന് സമൻസ് അയക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസം ഈ 2 സംവിധായകർ സിനിമാ മേഖലയിൽ 2 സംവിധായകർ ഈ കഞ്ചാവുമായി പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കമാണ് സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതും. കാരണം സജി നന്ദ്യാട്ട് ഇതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരുടെ ഇടയിലാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായുള്ളത്. ഇത്തരക്കാരുമായുള്ള സിനിമാ നിർമ്മാണം നിർത്തിവെക്കണം, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അവരെ ബഹിഷ്കരിക്കുന്ന നടപടികൾ കൈക്കൊള്ളണമെന്ന് സജി നന്ദ്യാട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനെതിരെ ഫെഫ്ക മുന്നോട്ട് വരികയും
ബി ഉണ്ണികൃഷ്ണൻ സജി നന്ദ്യാട്ടിനെതിരെ ഫിലിം ചേംബറിൽ പരാതി നൽകുകയും ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ചർച്ച ചെയ്യുകയും ചെയ്തു. അത് സമയം തന്നോട് വ്യക്തിവൈരാഗ്യമാണ് ഉള്ളതെന്ന് ബി ഉണ്ണികൃഷ്ണൻ തന്നോട് വ്യക്തിവൈരാഗ്യം ഉള്ളതെന്ന നിലപാടിലായിരുന്നു സജി നന്ദ്യാട്ട് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. താൻ അത്തരത്തിൽ ടെക്നീഷ്യന്മാരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിൽ ലഹരി വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രതിപട്ടികയിലാകുമ്പോൾ തുടരെ ഇത്തരത്തിൽ സിനിമാ മേഖലയിലുള്ളവർ അതിന്റെ പിന്തുടർച്ചക്കാരായി വരുന്നു, ലഹരി ഉപയോഗത്തിന് പിന്തുടർച്ചക്കാരായി വരുന്നു എന്നുള്ള കാര്യം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വ്യക്തതയുണ്ടോ എന്നുള്ള കാര്യം അറിയാനാണ് സമീർ താഹിറിന് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നു എന്ന കാര്യം ചോദിച്ചറിയാനാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇവരോടൊപ്പം അതായത് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഒപ്പം അറസ്റ്റിലായിട്ടുള്ള ഷാലിഖ് മുഹമ്മദ് എന്ന ആളെ തേടിയാണ്, അല്ലെങ്കിൽ അതായത് ഓസ്ട്രേലിയൻ പ്രവാസിയായ ഒരു മലയാളി ഈ ഫ്ളാറ്റിൽ കഞ്ചാവുമായി എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് എക്സൈസിന് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിവരത്തെ തുടർന്നാണ് എക്സൈസ് അവിടെ പരിശോധനയ്ക്ക് എത്തിയത്. ഈ ഷാലിഖ് മുഹമ്മദ് ഒരു പ്രവാസി മലയാളി കൂടിയാണ്. ഇയാളെ തേടിയാണ് അവിടെ എത്തിയതെന്നാണ് എക്സൈസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതേസമയം പരിശോധനയ്ക്കിടയിലാണ് മഞ്ഞുമൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ എന്ന് ഖാലിദ് റഹ്മാൻ പറയുകയുണ്ടായി. തുടർന്നാണ് ഇവരെ പറ്റി കൂടുതൽ അന്വേഷണം എക്സൈസ് ഇൻസ്പെക്ടർ വെച്ചത്. പിന്നീടാണ് ഇവര് മലയാളത്തിലെ പ്രമുഖരായ സംവിധായകരാണ് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുന്നു. സിനിമാ മേഖലയിലുള്ള ലഹരി ഉപയോഗം എന്നുള്ള ഇൻഫർമേഷൻ അല്ല എക്സൈസിന് കിട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഫ്ളാറ്റുമായി കേന്ദ്രീകരിച്ച് നിരവധി പരാതികൾ നേരത്തെ തന്നെയുണ്ട്. അതായത് ഇവിടെ ലഹരി ഉപയോഗവും കൂടുതലാണ്, ഇത്തരത്തിൽ സിനിമാ പ്രവർത്തകരും സിനിമാ ചർച്ചകൾക്കും ഒക്കെയായി ഈ ഫ്ളാറ്റിൽ എത്താറുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം ഈ ലഹരി ഉപയോഗം ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം സജീവമാണ് എന്നുള്ള റിപ്പോർട്ടും എന്നുള്ള ഇൻഫർമേഷനും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതേ തുടർന്നാണ് എക്സൈസ് സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തുകയും അതായത് യാദൃശ്ചികമായാണ് ഇങ്ങനെ സംവിധായകർ കൊടുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. എന്നിരുന്നാൽ പോലും നേരത്തെ ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയതുപോലെ താൻ മാത്രമല്ല സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നത്, മറ്റുള്ളവർ തന്നെ മറയാക്കുകയാണ് എന്നുള്ള ഷൈൻ ടോം ചാക്കോയുടെ വെളിപ്പെടുത്തുന്ന കൂടുതൽ വ്യക്തത വരുന്ന തരത്തിലേക്ക് ആയിരുന്നു ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും ലഹരി ഉപയോഗത്തെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. അത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലായിരുന്നു. എന്തായാലും സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ഇന്ന് എക്സൈസ് നൽകും. അത് തുടർന്ന് സമീർ താഹിറിന്റെ ഈ കാര്യത്തിൽ, അതായത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വ്യക്തതയുണ്ടോ, അറിവുണ്ടോ, സമീർ താഹിറിന്റെ അറിവോട് കൂടിയാണോ ആ ഫ്ളാറ്റ് ലഹരി ഉപയോഗത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം എക്സൈസ് അന്വേഷിക്കും. കാരണം ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് വളരെ കുറവ്, 1.6 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അത് വളരെ കുറവാണെങ്കിൽ പോലും ഇവരുടെ കൈവശം ഇത് വലിക്കാനുള്ള ഉപകരണവും അത് പൊടിക്കാനുള്ള ക്രഷറും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ എക്സൈസിന് വ്യക്തതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അന്വേഷണം ഫ്ളാറ്റിനെ ചുറ്റിപ്പറ്റിയും സിനിമാ മേഖലയെ ചുറ്റിപ്പറ്റിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും വ്യക്തമാണ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ ആണ് ഇന്ന് ആ ഫ്ളാറ്റിന്റെ ഉടമയായ ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന് എക്സൈസ് സംഘം നോട്ടീസ് നൽകുന്നത്. ഈ സ്ഥലം സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ രീതിയിൽ, ഒപ്പം എവിടെ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് എത്തിയത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പ്രവാസിയെ തേടിയാണ് എത്തിയതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇയാളുടെ കൂടുതൽ വിവരങ്ങളൊക്കെ എക്സൈസ് അന്വേഷിച്ച് വരികയാണ്. IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉൾപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ന് ചീഫ് സെക്രട്ടറിയാകുന്ന A ജയതിലകിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ജനുവരി 10 മുതൽ 120 ദിവസത്തേക്കായിരുന്നു പ്രശാന്തിന്റെ സസ്പെൻഷൻ. അതായത് ഇന്ന് ഏപ്രിൽ 30 ഇനി 10 ദിവസം കൂടിയേ സസ്പെൻഷൻ കാലാവധി അല്ലെങ്കിലുമുള്ളൂ. 120 ദിവസം എന്ന് പറയുമ്പോൾ 4 മാസമാണല്ലോ. അപ്പോൾ ആ സസ്പെൻഷൻ കാലാവധി കഴിയാൻ അല്ലെങ്കിലും 10 ദിവസമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് അത് നേരത്തെ ആക്കാനുള്ള സാധ്യതകളാണുണ്ടോ?
ശ്രീജ, സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായ സംഭവമാണ്. കാരണം സീനിയർ IAS ഉദ്യോഗസ്ഥനാണ് ജയതിലക്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആകാനിരിക്കുന്നു. ഇന്നിപ്പോൾ ശാരദാ മുരളീധരൻ വിരമിക്കുകയാണ്. ആ ഒഴിവിലേക്കാണ് ജയതിലക് വരുന്നത്. ജയതിലകുമായുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു പ്രശാന്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തുന്നത്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ വഴിപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഏറ്റവും ഒടുവിൽ പ്രശാന്തിന്റെ ഭാഗം കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായത്. അങ്ങനെ ഹിയറിംഗ് വെക്കുകയും ചെയ്തു. അതിനുശേഷവും പ്രശാന്ത് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ഈ IAS വിട്ടുപോകില്ല എന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇനി എന്താണ് ഈ IAS തലപ്പത്ത് സർക്കാരിനെ സംബന്ധിച്ച് ഈ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിൽ അങ്ങനെ പോരടിച്ചു നിൽക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് മാത്രമല്ല സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് പോലും അത് മോശമുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ പ്രത്യേകിച്ചും ഉണ്ടായത്. ജയതിലക് ചീഫ് സെക്രട്ടറിയായി എത്തുമ്പോൾ ഈ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പ്രശാന്ത് ഒരുപക്ഷെ വീണ്ടും സർവീസിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. കാരണം ശാരദാ മുരളീധരൻ ഹിയറിംഗിന് ശേഷം സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രശാന്തിനെ തിരിച്ചെടുക്കാം എന്ന നിലയ്ക്കാണ്. പ്രശാന്ത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ജയതിലകിനെതിരെ എങ്ങനെയാകും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനെതിരെ എങ്ങനെയാകും എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ ഹാജരാക്കണം. ഡിജിറ്റൽ തെളിവുകളാണെങ്കിൽ താനിട്ട അത് എവിടെ നിന്ന് ശേഖരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രശാന്ത് ചോദ്യമായി ഉന്നയിക്കുന്നത്. പക്ഷേ ഈ പട്ടികജാതി വകുപ്പിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള തർക്കമാണ്. അവിടുത്തെ അറ്റൻഡൻസ് ഉൾപ്പെടെ ഫയൽ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സീനിയർ ജൂനിയർ ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടായ തർക്കം. അതിൽ ജയതിലകും ഗോപാലകൃഷ്ണനും ഒരു ഭാഗത്തേക്കും പ്രശാന്ത് മറുഭാഗത്തേക്കും മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പ്രശാന്ത് ഉന്നയിച്ച വാദങ്ങൾ അതിനോടൊപ്പം ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ ചേരുകയും ചെയ്തു. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നൊരു നിലപാടിലേക്കാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പോയത്. പക്ഷേ തുടർന്ന് പ്രശാന്ത് വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപം തുടരുകയും അത് ജയതിലകിന് വലിയ അപമാനം ഉണ്ടാക്കുകയും അദ്ദേഹം അതിൽ പരാതി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ വിശദമായ അന്വേഷണം വന്നത്. ഈ സർവീസ് ചട്ടലംഘനങ്ങളുടെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അതിൻ്റെ ഒരു ചാർജ് മെമ്മോ കൂടി തയ്യാറാക്കിയാണ് പ്രശാന്തിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തതും പിന്നീട് കാലാവധി നീട്ടിയതും. ഇപ്പോൾ പ്രശാന്ത് തിരികെ സർവീസിൽ എത്തുന്നതോടുകൂടി പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനായി ജയതിലക് മാറുകയാണ്. കാരണം ഈ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥനായി ചീഫ് സെക്രട്ടറിയായി ജയതിലക് വരികയാണ്. അവിടെ പ്രശാന്ത് തിരികെ സർവീസിലെത്തുമ്പോൾ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി പ്രശാന്ത് തുടർന്നാൽ അത് കൂടുതൽ സങ്കീർണമാകും. സർക്കാരിനെ സംബന്ധിച്ച് അത് ആക്ഷേപകരമാകും. കാരണം സർക്കാർ അതിൻ്റെ ഒരു അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു തിരഞ്ഞെടുപ്പിന് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും. അപ്പോൾ ഈ ഭരണം ഇങ്ങനെ ചീഞ്ഞു നാറുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തമ്മിലടിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ജയതിലകാകട്ടെ ചീഫ് സെക്രട്ടറിയായി എത്തുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കലാശിക്കുക എന്നത് കണ്ടറിയേണ്ടതാണ്. ശ്രീജ. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതുവരെ അവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് സർവീസിൽ തിരിച്ചെത്തിയാലും ജയതിലകിന് നേരിട്ടൊരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പകപോക്കലായി ചിത്രീകരിക്കപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി വ്യാഖ്യാനിക്കാം. പക്ഷേ അറിയേണ്ടത് ഇനിയുള്ള 10 ദിവസത്തെ കാലാവധി, ആ സസ്പെൻഷൻ കാലാവധി തീരും മുൻപേ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് നടപടിയിലേക്ക് സർക്കാർ ജയതിലക് ചീഫ് സെക്രട്ടറിയായി എത്തിയതിനു ശേഷമായിരിക്കും ഈ ഫയൽ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും തുടർ നടപടി എന്ന് കാത്തിരുന്ന് കാണാം. സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വളരെയേറെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ പടിയിറങ്ങുന്ന ഒരു ദിവസം എന്നതാണ്. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ഫയർഫോഴ്സ് മേധാവിയും DGPയുമായ K. പത്മകുമാർ, വൈദ്യുതി ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകർ, വനം മേധാവി ഗംഗാ സിംഗ് എന്നിവരാണ് ഇന്ന് വിരമിക്കുന്ന പ്രമുഖർ. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, DGP പത്മകുമാറിന് ആചാരപരമായ യാത്രയപ്പ് നൽകുകയാണ് പോലീസ് സേന. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. ഒരു പ്രത്യേകത, വെറുതെ ഉദ്യോഗസ്ഥർ സ്ഥാനമൊഴിഞ്ഞു പോവുക മാത്രമല്ല, അതെല്ലാം ഏപ്രിൽ 30-നും സംഭവിക്കാറുണ്ട്. പക്ഷേ
ആ സ്ഥാനത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഇത്തവണ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല വളരെ ജനകീയരായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചില വ്യക്തികളാണ് ഇത്തവണ ഒരുമിച്ച് വിരമിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശ്രീജ, IAS തലപ്പത്തെ കാര്യമാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത്. ജയതിലക വരുമ്പോൾ പ്രശാന്തമായുള്ള ഇനിയുള്ള യാത്ര എങ്ങനെയായിരിക്കും, അതായത് ഈ ഔദ്യോഗികമായ കാര്യങ്ങളിൽ ഇരുവർക്കിടയിലുള്ള ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുന്ന ഒരു കാര്യം കൂടി, നേരത്തെ തന്നെ മെഴ്സിക്കുട്ടിയമ്മ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ പ്രശാന്തിനെതിരെ ആരോപണമുണ്ടായിരുന്നു. ഈ രേഖകൾ പ്രതിപക്ഷത്തിന് ചോർത്തി നൽകിയത് പ്രശാന്താണ് എന്ന ഗുരുതരമായ ആരോപണം അന്ന് മന്ത്രിയായിരുന്ന പിന്നീട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മെഴ്സിക്കുട്ടിയമ്മ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. ഈ രണ്ട് ഉദ്യോഗസ്ഥർ വീണ്ടും ഒരുമിച്ച് സർവീസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്തെ. മാത്രമല്ല, പോലീസ് തലപ്പത്തും ശ്രീജ പറഞ്ഞതുപോലെ സാധാരണ നിലയിലുള്ള ഒരു മാറ്റമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ പത്മകുമാർ പോകുമ്പോൾ മനോജ് എബ്രാഹിമിനെ നേരത്തെ DGP റാങ്കിലേക്ക് ഉയർത്തിയിരുന്നു. ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്നു അദ്ദേഹം. ആ സ്ഥാനത്ത് നിന്ന് ഫയർഫോഴ്സ് മേധാവിയായി അദ്ദേഹത്തെ മാറ്റുകയാണ്. മാത്രമല്ല, ഈ ലോ ആൻഡ് ഓർഡറിന്റെ തലപ്പത്ത് എപ്പോഴും ADGPമാരാണ് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ MR അജിത് കുമാർ വീണ്ടും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അവിടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സർക്കാർ നേരിടുന്നത്. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച അജിത് കുമാർ നടത്തി എന്ന ആരോപണം ഉയർന്നു വരികയും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ വിവാദമാവുകയും CPI തന്നെ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് പിന്നീട് ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അതിന്റെ ചുമതലയിൽ നിന്ന് അജിത് കുമാർ ഒഴിയുന്ന സാഹചര്യമുണ്ടായി. അവിടേക്കാണ് മനോജ് എബ്രഹാം വരുന്നത്. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒരു ADGPയെ അവിടെ വെക്കുന്നതല്ല, രണ്ട് IG-മാർക്കായി 2 സോണിന്റെ ചുമതല നൽകുക, ക്രമസമാധാനത്തിന്റെ ചുമതല നൽകുക. DGP പൂർണ്ണമായ മേൽനോട്ടം ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുക. ഷേഖ് ദർവേ സാഹിബും 1 മാസത്തിനുള്ളിൽ അദ്ദേഹവും വിരമിക്കുകയാണ്. അതുവരെ ആ പോസ്റ്റ് ഒഴിച്ചിട്ടുകൊണ്ട് പിന്നീട് ADGPയെ ഏതെങ്കിലും ഒരു ADGP ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ H. വെങ്കടേഷിനെയും ശ്രീജിത്തിനെയും അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടന്നെങ്കിലും തൽക്കാലം ഇരുവരും മറ്റ് ചുമതലകളാണ് ഉള്ളത്. അവർ അതിൽ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന പാലനത്തിന് ഒരു ADGP ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകും. പക്ഷേ 2 IG-മാർക്കായി അതിന്റെ ചുമതല വീതിച്ചു നൽകുകയും DGP നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ തരത്തിലാണ് പോലീസിൽ കാര്യങ്ങൾ നടക്കുന്നത്. ബിജു പ്രഭാകരന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം KSEB-യിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നൽകുന്നതിന് വേണ്ടി മന്ത്രി കത്ത് നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ബിജു പ്രഭാകറും അങ്ങനെ തന്നെയാണ്. KSRTC-യിൽ നമുക്കറിയാം, ഓരോ ദിവസവും ഫേസ്ബുക്കിലൂടെ KSRTC-യിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യൂണിയനുകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ഇടപെട്ടാണ് അത് നിർത്തിച്ചത്. എന്തുകൊണ്ട് KSRTC-യിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വെളിവാക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ഒരു നടപടിയിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ IAS ശരിയാണ്. അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഇന്ന് വിരമിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അങ്ങനെ വളരെ സജീവമായി ഉണ്ടായിരുന്ന 3-4 ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ദിനം കൂടിയാണ് ഇന്ന്. അവസാന ഔദ്യോഗിക ദിനത്തിൽ സഹപ്രവർത്തകരെ പ്രകീർത്തിച്ച് ഫയർഫോഴ്സ് മേധാവി K. പത്മകുമാർ. സേനയുടെ നട്ടെല്ല് മധ്യനിര ഉദ്യോഗസ്ഥരാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ഈ സേനയിൽ ചെയ്യാൻ കഴിയില്ലെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോലീസുകാർ മാറണമെന്നും പത്മകുമാർ പറഞ്ഞു. എന്റെ നീണ്ട സർവീസ് ജീവിതം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഐ ആം റിട്ടയർഡ് ബട്ട് ഐ എം നോട്ട് ടയർഡ് എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതൊരു ഫെയർവെൽ പരേഡ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്, വിടവാങ്ങൽ പരേഡ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിടവാങ്ങൽ പരേഡ് അല്ല, ഇതൊരു താങ്ക്സ് ഗിവിംഗ് പരേഡാണ്. എന്റെ കൂടെ ജോലി ചെയ്ത് എനിക്ക് എന്നും താങ്ങും തണലും എന്നെ പിന്തുണച്ചിട്ടുമുള്ള ഒരുപാട് CPOs, സീനിയർ CPOs, ഡ്രൈവർ CPOs, SIs, CIs, DYSPs, പോലീസ് സേനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവര് എന്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. മലപ്പുറത്ത് 5.5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ കുട്ടിയുടെ പിതാവ് സൽമാനുൽ ഫാരിസ് കുട്ടിയുടെ തലയിലെ മുറിവുകൾക്ക് ആദ്യഘട്ടത്തിൽ കാര്യമായ ചികിത്സ നൽകിയില്ലെന്നും 48 മണിക്കൂറിന് ശേഷമാണ് മുറിവിന് തുന്നലിട്ടതെന്നും സൽമാനുൽ ഫാരിസ് പറഞ്ഞു. കുട്ടിയെ ആദ്യം കൊണ്ടുപോയ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ലാത്തതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും ഫാരിസ് പറഞ്ഞു. കുട്ടീനെ ആദ്യം കൊണ്ടുപോയത് തിരുവങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ്. അവിടുന്ന് അവർ ഡോക്ടർ പറഞ്ഞത് കുട്ടീനെ ഡെറ്റോൾ ഇട്ടുകാണ്ട് നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ ഇതിനുള്ള ചികിത്സയില്ല, ഞങ്ങൾ കോളേജിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് എഴുതി കോളേജിലേക്ക് പോയി. അപ്പോൾ എത്തിയതിന് ശേഷം കോളേജിൽ നിന്ന് അവർ ഇഞ്ചക്ഷൻ അടിച്ച് എന്ന് പറഞ്ഞ് തലയിലും കാലിൻ്റെ ഇവിടെ നല്ല മുറി ഉണ്ടായിരുന്നു. അത്
അവർ കൂടുതലായിട്ട് ഇഞ്ചക്ഷൻ ഇത് കടിച്ചത് ഈ ചെറിയ മുറിയുള്ള തലേൻ്റെ നെഞ്ഞിൻ്റെ ഇവിടെയുള്ള ചെറിയ ചെറിയ മുറിൻ്റെ അവിടത്തേക്കാണ് ചുറ്റോടിയിട്ടും കൂടുതൽ ഇഞ്ചക്ഷൻ അടിച്ചത്. തലേൻ്റെ കാര്യം വലിയ മുറിയായിരുന്നു തലയിൽ. ആ തലേൻ്റെ കാര്യം അവർ അങ്ങനെ നോക്കിയിട്ടുമില്ല. അങ്ങനെ അവർ ഇഞ്ചക്ഷൻ അടിച്ചിക്കാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ പോരിയെന്ന് പറഞ്ഞാണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുട്ടീനെ കോളേജിലേക്ക് കൊണ്ടുപോയി. കോളേജിൽ നിന്ന് അവർ തലയ്ക്ക് സ്റ്റിച്ച് ഇട്ട് കാലിൻ്റെ ഭാഗം കട്ട് ചെയ്തിക്കാണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഇതാണ് അവർ ചെയ്തിട്ടുള്ളൂ. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനാണ്, സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്ന് അത്തരം ആരോപണങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇന്നലെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, അതായത് അവിടെ ആശുപത്രിയിൽ എത്താൻ കോഴിക്കോട് എത്തിയ ശേഷമാണ് ഈ വാക്സിൻ എടുത്തത്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, തലയിലാണ് മുറിവേറ്റത്, അത് ഗുരുതരമായൊരു അവസ്ഥ സൃഷ്ടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞത്. പക്ഷെ അതിനും അപ്പുറത്ത് ഇവർ പറയുന്ന ഗുരുതരമായ വീഴ്ചകൾ എന്തൊക്കെയാണ്? ഇത് വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സൽമാനുൽ ഫാരിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കത് പ്രതീക്ഷിക്കാം. മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ സ്വാഭാവികമായിട്ടും ഏറെ വിഷമത്തിൽ തന്നെയാകും. അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ടുള്ളത് മകളുടെ തലയിലായിരുന്നു ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നത്. അതിനു വേണ്ട ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പരിചരണം കിട്ടിയില്ല എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കോഴിക്കോട് കൊണ്ടുചെന്നപ്പോൾ തലയിലെ മുറിവുകൾക്ക് കാര്യമായ പരിചരണം ലഭിച്ചില്ല. ദേഹത്തുള്ള മറ്റു മുറിവുകൾക്ക് ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കി. ഒരു 48 മണിക്കൂറിന് ശേഷം മറ്റ് ചികിത്സകൾ നോക്കാം എന്ന് പറഞ്ഞു. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ടുള്ളത്. അതുപോലെ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ലാത്തത് കൊണ്ടാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. അവിടെ ഡെറ്റോൾ കൊണ്ട് തല കഴുകി എന്ന ഒരു വിശദീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ഇതിൽ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു മേഖലയിലുള്ളവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. ഈ തലയിലെ മുറിവുകൾക്ക് സാധാരണ സ്റ്റിച്ച് ഇടുന്നത് ഇപ്രകാരം 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം ഈ ഒരു ചികിത്സാ രംഗത്തുള്ളവർക്കുണ്ട്. കാരണം അതൊരു വൈറസ് പടർന്നു പിടിക്കുന്നത് തടയാൻ വേണ്ടി കൂടിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം വെക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ ഈ കുട്ടിയെ ചികിത്സിച്ചവർ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞത് വേണം നമുക്ക് അത്തരത്തിൽ ആക്ഷേപം നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും വേണ്ട തരത്തിലൊരു പരിചരണം ലഭിച്ചില്ല എന്ന ഒരു ആക്ഷേപം അത് ഈ ഒരു കുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തും ഇപ്പോൾ ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് തീർത്തും വൈകാരികമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നു, അത് സ്വാഭാവികവുമാണ്. പക്ഷേ ഇതിനും അപ്പുറത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം. വിവരങ്ങളാണ് അനുമോദ് നൽകിയത്. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ മരിച്ച KK രാധാകൃഷ്ണന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതമംഗലം സ്വദേശിയും മുൻ BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ മിനി നമ്പ്യാരാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതി സന്തോഷുമായി ചേർന്ന് ഭർത്താവ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ മാർച്ച് 20-നാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ. സുമേഷ്, ഈ കേസിൽ ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇയാളുടെ നടപടിയും ഒക്കെ ആദ്യമേ സംശയത്തിന്റെ നിഴലിലായിരുന്നു. പക്ഷേ ഈ മിനിക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണോ ഇപ്പോൾ പോലീസ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്? തീർച്ചയായും ശ്രീജ, അതായത് അന്ന് സംഭവം നടന്ന അന്ന് മുതൽ മിനി നമ്പ്യാർ പോലീസിന്റെ സംശയ നിഴലിലായിരുന്നു. അതായത് ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് നേരത്തെ വിവരം ലഭിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പോലീസ് അത്തരം രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. അതിലിപ്പോൾ നിർണായകമായി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ ഗൂഢാലോചനയിൽ KK രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർക്ക് പ്രധാനമായ പങ്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 3-ാം പ്രതിയാക്കി പോലീസ് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 15 ദിവസത്തേക്കാണ് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്തത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് 20-നായിരുന്നു പെരിങ്ങോത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ KK രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ കൃത്യമായി മിനി നമ്പ്യാർക്ക് ബന്ധമുണ്ട്. അതായത് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിൽ പോലും അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംഭവം നടന്ന് ഏകദേശം 2 ദിവസത്തിന് ശേഷം പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലായ കാര്യമാണ്. ഈ അന്വേഷണത്തിൽ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിർണായകമായിരിക്കുന്നത് ഇതിന്റെ ചാറ്റ് ഹിസ്റ്ററി തന്നെയായിരുന്നു. അതായത് ഈ ഇവരുമായി സന്തോഷമായി 1-ാം പ്രതി സന്തോഷമായി മിനി നമ്പ്യാർ കൃത്യമായി ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മിനി നമ്പ്യാർ അത് വിദഗ്ധമായി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പോലീസ് അത്തരം കാര്യങ്ങൾ റിക്കവർ ചെയ്തെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3-ാം പ്രതിയാക്കി ഇപ്പോൾ മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത്
റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, സുമേഷാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കൊൽക്കത്തയിൽ വൻ തീപിടുത്തം, 14 പേർ വെന്തു മരിച്ചു. ഇന്നലെ രാത്രി സെൻട്രൽ കൊൽക്കത്തയിലെ ഫാൽപ്പട്ടി മച്ചുവയ്ക്ക് സമീപമുള്ള ഹോട്ടലിലായിരുന്നു തീപിടുത്തം. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന, അതിദാരുണമായ ഒരു അപകടമാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്? ശ്രീജ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമീപത്തെ കടകളിലും മറ്റുമൊക്കെ ഇപ്പോൾ പ്രവർത്തകർ ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി ഉണ്ടായ അപകടം വളരെ വ്യാപ്തിയിൽ തന്നെ അത് വളരെ വലിയ തീപിടുത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപത്തെ കെട്ടിടങ്ങളിലേക്കും മറ്റും ആളുകൾ രക്ഷപ്പെട്ടു ഓടിയിരുന്നു. അങ്ങനെ ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. സമീപത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ട ഈ 14 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കൊൽക്കത്ത മെഡിക്കൽ കോളേജിലേക്ക് RJKR മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കാരണം ഈ തീപിടുത്തം അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസം മുൻപും കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ തന്നെ ഇത് രണ്ടാമത്തെ തീപിടുത്തമാണ് കൊൽക്കത്തയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിപ്പോൾ 14 എന്നുള്ള ഒരു വലിയ സംഖ്യയിലേക്ക് മരണസംഖ്യ കൂടിയിരിക്കുന്നു എന്നതാണ് കണക്ക്. ഒപ്പം തന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിൽ ഈ തീപിടുത്തം സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് കൂടി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 8:30യോടുകൂടി ഈ കൊൽക്കത്തയിലെ ഹോട്ടലിലാണ് തീപിടിച്ചത്, റെസ്റ്റോറൻറ്റിലാണ് തീപിടിച്ചത്. ഇത് ഇപ്പോൾ പ്രാഥമിക വിവരം അനുസരിച്ച് ഈ റെസ്റ്റോറൻറ്റിലെ സുരക്ഷാ പിഴവ്, റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു സുരക്ഷാ വീഴ്ച കാരണമാണ് 14 പേരുടെ ജീവൻ നഷ്ടമായതെങ്കിൽ അതിന് കടുത്ത മറുപടി നൽകും, കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സമീപത്തിപ്പോൾ തിരച്ചിൽ നടക്കുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കെല്ലാം തീ പടർന്നിരുന്നു. ഇനി ആരെങ്കിലും അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിനായി ഇപ്പോൾ ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി അങ്ങനെ രാവിലെയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വളരെ വിശദമായി തന്നെ വാർത്തകൾ പരിശോധിക്കേണ്ട സമയമാണ്. ന്യൂസ് 10 അപർണ കുറുപ്പ് ചേരും. വീണ്ടും നാളെ കാണാം.